കഴിച്ചപ്പോഴത്തേക്ക് നമ്മളിവിടെ മസനഗുഡി ഇറങ്ങിയപ്പോൾ അടുത്ത ഊട്ടിയിലോട്ട് പൊക്കോണ്ടിരിക്കുക ഇവിടുന്ന്. കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ദുൽദുൽ ഇവിടെ വെച്ച് ഇത് നമ്മൾ ആ ജീപ്പിൽ സഫാരി പോവാം, നമ്മൾ ആനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് പോയിച്ചും വരാൻ നേരം. കഴിച്ചപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് സഫാരി പോകുന്നത്. നമ്മുടെ ദുൽദുൽ അവിടെ പാർക്ക് ചെയ്തത്. ഇനി ഇവിടുന്ന് പോവാം. നമ്മളിങ്ങനെ കാടിനുള്ളിൽ വന്ന് ഇതിനകത്ത് ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഹേയ് ഹലോ, മുളകൊക്കെ അരി വന്ന് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണങ്ങിപ്പോയത്. 40 to 60 years മുള അരി വരും. അത് വന്നാൽ ഇങ്ങനെ ഉണങ്ങിപ്പോയി, ഫുള്ള് മറിച്ചു പോയത്. ടെൻഷനാവും. ഈവനിങ് ഒരു 3 o'clock പുലിയെ കണ്ടിട്ടില്ല. നമ്മൾ പുലിമുരുകനായിട്ട് ഇറങ്ങിയിരിക്കുക. പുലിയെ തപ്പി കണ്ടില്ല, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. കാണില്ല, ഇതൊക്കെ കാഫിയാണ്. ചുവപ്പ് കുളം, അപ്പോൾ ചുവപ്പ് കുളം കാണും. ഇപ്പോൾ കാഫി പ്ലാന്റ് 1934 ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കി. ഇതൊക്കെ ഉള്ളിൽ വരുന്നത് പിന്നെ സ്ഥലം കാണുന്നില്ല, ചെറിയ ചെറിയ വഴി. ഇതൊക്കെ ക്രോസിംഗ് വഴിയാവും. കാഫി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അനിമൽസ് ഉള്ളിൽ വന്നിട്ട് പോകുന്നു. ഉള്ളിൽ ബാലൻസ് വാട്ടറാണ്. നമ്മൾ മുമ്പിൽ പോകുമ്പോൾ ടണൽ കാണിച്ചു തരാം. ആ ടണൽ വഴി പിന്നെ നമ്മൾ കുളം കണ്ടല്ലേ, ആ കുളത്തിന് അനിമൽസ് വലിക്ക് ഒരു 8 കിലോമീറ്റർ വരും. ഒരു ചാനൽ റിവറാണ്. 5 ഇടത്തിൽ കറണ്ട് എടുക്കുന്ന സ്ഥലം ബ്രിട്ടീഷ് ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ഒരു റിവർ ലൈൻ ഇതാത്. അവർ പറഞ്ഞ അങ്ങ് കാണുന്നത് വെള്ളത്തിൽ നിന്ന് പവർ എടുക്കുന്നതാണ്. അതിൻ്റെ കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാണ്. ആ കാണുന്ന വീടുണ്ട്, ഇവിടെയൊക്കെ താമസക്കാരുള്ളായിരുന്നു. അതൊക്കെ പൊഴിഞ്ഞു. കാരണം അവിടെ താമസിച്ച ആള് പുലി പിടിച്ച്. അപ്പോൾ ആ പുലിയാണ് മൈസൂരിൽ ഇതാക്കി. എത്രയായിരുന്നു മൈസൂരിലെ പുലിയുടെ നമ്പർ? T23 എന്ന നമ്പറിൽ അവിടെ മൈസൂർ സൂയിലുണ്ട് ഇപ്പോൾ ആ പുലി. അത് നമ്മൾ പോയപ്പോൾ ആ പുലിയെ കണ്ടായിരുന്നു. കാപ്പിയുടെ കൃഷിയായിരുന്നു ഇവിടെ. ഗുജറാത്തിൽ നിന്ന് എങ്ങാണ്ടാറുണ്ട് അങ്ങ് പറയാ. ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടി കഴിച്ചിട്ട് വന്നിരുന്നാൽ മാക്സിമം ഒരു 1/2 hour 45 minutes இருக்கும் അതിൽ. മലബാർ ജയൻസ് കുരിൽ. മലബാർ ജയൻസ് കുരിൽ ആ മരത്തിൻ്റെ മേളിലിരിക്കുന്നുണ്ടല്ലോ, അവിടെ കണ്ടോ. വേഗം കിട്ടുന്ന സാധനമൊക്കെ പിടിച്ച് കഴിക്കും. നോർമൽ ആൾക്കാർ ചിലപ്പോൾ ബഫേല കൗവ് ഇങ്ങനെ പിടിച്ച് കഴിക്കുന്നുണ്ട്. ரொம்ப ഏജ് ആയിരുന്നു. இந்த பில்டிங் എന്താ? ഇതൊരു ചെറിയ അമ്പലമായിട്ടാ. ആദ്യകാലത്ത് പണിക്കാർ കൂടെ പണിയെടുക്കുമ്പോൾ അമ്പലം വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇതൊക്കെ ആദിവാസി ഉള്ളിൽ ഇരുന്ന സ്ഥലം. ഈ ടൈഗർ റിസർവ് ആകുമ്പോഴും അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് സർക്കാരിൽ ടെറാസ് വീട് കെട്ടി കൊടുത്തു. ചില ആൾക്കാർ പഠിച്ചിട്ടില്ലെങ്കിൽ ഫോറസ്റ്റിൽ പണി കൊടുത്തിട്ട് ഒരു 5 years 7 years പോണപ്പോൾ പെർമനന്റ് ഫോറസ്റ്റിൽ
വേക്കേറ്റ് ആയിരിക്കും IAS പഠിക്കുന്നത് പോലീസ് ഫോറസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ട്രൈബൽസ് ആൾക്കാരുണ്ട് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് ഇപ്പോൾ ട്രൈബൽസിന് ഇല്ലെങ്കിൽ അവർ ഉള്ളിൽ പോകും അനിമൽസ് അറ്റാക്ക് ചെയ്യും മരങ്ങൾ വെട്ടും അങ്ങനല്ല അത് കൂടിയിട്ട് ഇങ്ങനെ സർക്കാരിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഗ്യാസ് റേഷന് ഇതൊക്കെ ഡോർ ഡെലിവറി ആണ് അവർക്ക്